Hi my dear students, myself Akshay. BCom കഴിഞ്ഞ് CMA ഇന്ത്യ ചൂസ് ചെയ്യാൻ നിൽക്കുന്നവരാണോ നിങ്ങൾ? അതിനെപ്പറ്റി ഒരു ബ്രീഫ് ഐഡിയ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് CMAയുടെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് രണ്ടായിട്ടാണ്. ഒന്ന് പ്രാക്ടീസിങ്ങും അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റും. പ്രാക്ടീസിങ് തന്നെ നമുക്ക് പല ഫീൽഡിലെടുക്കാം. കോസ്റ്റ് ഓഡിറ്റ്, മാനേജ്മെൻറ്റ് റോൾസ്, അങ്ങനെ പല രീതിയിൽ നമുക്ക് പ്രാക്ടീസിങ് രീതിയിലും പോവാം. ഇല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് പർപ്പസും നോക്കാം. എംപ്ലോയ്മെൻറ്റ് തന്നെ നമുക്കറിയാം ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി പ്ലേസ് ആവുന്നവരുണ്ട്, അതുപോലെ തന്നെ ഓഫ് ക്യാമ്പസ് വഴി. ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഇപ്പോൾ നിലവിൽ ഹയസ്റ്റ് പാക്കേജ് വന്നിരിക്കുന്നത് തന്നെ 28 lakh per annum ആണ് പവർ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ. ഓൺ ആൻ ആവറേജ് അവർ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി തന്നെ 10 to 12 lakhs per annum ഫ്രഷേഴ്സിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BCom കഴിഞ്ഞ് വന്നവരായതുകൊണ്ട് തന്നെ നമുക്ക് 3 സ്റ്റേജസ് ആണ് ഇനിയുള്ളത്. CMA ഇൻ്റർമീഡിയറ്റ്, ആർട്ടിക്കിൾഷിപ്പ്, അതുപോലെ തന്നെ CMA ഫൈനൽ എക്സാമിനേഷൻ. CMA ഇൻ്റർമീഡിയറ്റിൽ 2 ഗ്രൂപ്പാണുള്ളത്. 2 ഗ്രൂപ്പായിട്ട് 8 പേപ്പേഴ്സ്. സിമിലർലി ഫൈനലിൽ വരുമ്പോഴും 2 ഗ്രൂപ്പായിട്ട് 8 പേപ്പേഴ്സാണുള്ളത്. ഇതിൻ്റെ നടുക്ക് ഒരു ആർട്ടിക്കിൾഷിപ്പ് പീരീഡ് ഉണ്ട്, 15 months ആർട്ടിക്കിൾഷിപ്പ്. അത് നമുക്ക് CMA പ്രാക്ടീസിങ് CMAയോ അല്ലെങ്കിൽ പ്രാക്ടീസിങ് CAയുടെ അടുത്ത് നമുക്ക് അത് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓർഗനൈസേഷൻസിലും ചെയ്യാം. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CMA ഇൻ്റർമീഡിയറ്റ് എപ്പോഴും രജിസ്റ്റർ ചെയ്യുന്നോ അന്ന് മുതലേ നമുക്ക് എന്ത് ചെയ്യാം, ആർട്ടിക്കിൾഷിപ്പ് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഒരിക്കലും ഇൻ്റർമീഡിയറ്റ് ക്വാളിഫൈ ആവണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ CMA ഇൻ്റർമീഡിയറ്റിൽ 8 പേപ്പേഴ്സ്. അതിൽ ഗ്രൂപ്പ് 1 വരുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ ഡയറക്റ്റ് ടാക്സ്, ബിസിനസ് ലോ, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. ഈ 4 പേപ്പേഴ്സാണ് ഗ്രൂപ്പ് 1 വരുന്നത്. ഇതിൽ ബിസിനസ് ലോ ആൻഡ് എത്തിക്സ് നമ്മൾ ഡിഗ്രിയിൽ BComൽ CRA, BRF എന്നുള്ള ടോപ്പിക്സ് ഒക്കെ നമ്മൾ അവിടെ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് ആണെങ്കിലും SEM 5 5th സെമ്മിലും 6th സെമ്മിലുമായിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സും SEM 1 SEM 2, അതുപോലെ തന്നെ ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്, GST, ഇൻകം ടാക്സ് ഒക്കെ നമ്മൾ ഓൾറെഡി BComൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ഗ്രൂപ്പ് 2 കേസ് എടുക്കുമ്പോഴായാലും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ്, ഇതിൻ്റെ എല്ലാം ബേസ് നമ്മൾ ഡിഗ്രിയിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൊഫഷണൽ കോഴ്സിലേക്ക് വരുമ്പോൾ ഈ പഠിച്ചതിൻ്റെ എല്ലാത്തിൻ്റെ ബേസ് നമുക്കറിയാൻ പറ്റുമെങ്കിലും ഇതിൻ്റെ ഒരു അഡ്വാൻസ് ലെവലായിരിക്കും നമ്മൾ ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ BCom കഴിഞ്ഞ് വരുന്നവർക്ക് CMA ഇൻ്റർമീഡിയറ്റിൽ എല്ലാം ഫെമിലിയർ ആയിട്ടുള്ള സബ്ജക്ട്സ് ആയിരിക്കും. മാത്രവുമല്ല BCom കഴിഞ്ഞ പാടെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർ രജിസ്റ്റർ ചെയ്ത് ആർട്ടിക്കിൾഷിപ്പും സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജസ് കാര്യങ്ങൾ BCom കഴിഞ്ഞ് വരുന്നവർക്കുണ്ട്. അപ്പോൾ BCom കഴിഞ്ഞ് ചെറിയ പാക്കേജിൽ ലൈഫ് സെറ്റിൽ ആക്കുന്നതിന് പകരം CMA പോലുള്ള പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്ത് ലൈഫ് നല്ല പാക്കേജ് കൂടി സെറ്റിലാക്കാം. താങ്ക് യു.